ഇന്ന് ലോക സർപ്പ ദിനമാണ്. വർഷം തോറും 120 മുതൽ 150 പേർ വരെ പാമ്പുകടിയേറ്റ് മരിച്ചിരുന്ന കേരളത്തിൽ കഴിഞ്ഞ 4 വർഷമായി മരണനിരക്ക് 40-ൽ താഴെയാണ്. പാമ്പുകടി ഏൽക്കാനുള്ള സാഹചര്യം കുറഞ്ഞതും കടിയേറ്റവർക്ക് കൃത്യമായ ചികിത്സ നൽകാനായതുമാണ് കാരണം. പാമ്പുകളെ പിടികൂടി അവയുടെ ആവാസ വ്യവസ്ഥയിൽ കൊണ്ടുപോയിടുന്നതിന് പരിശീലനം നൽകി ഒട്ടേറെ വോളണ്ടിയർമാർ ഇന്ന് സർക്കാരിന് കീഴിലുണ്ട്. ഇങ്ങനെയുള്ള ഒരു വോളണ്ടിയർ നമുക്കൊപ്പം ഇന്ന് ചേരുന്നുണ്ട്. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറായ രോഷ്നി GS. നമസ്കാരം രോഷ്നി. നമസ്കാരം. ഈ രോഷ്നി എന്ന പേരുള്ളവരൊക്കെ പൊതുവെ പൊളിവായിരിക്കും എന്നറിയാം. എന്നാലും ഞാനൊരു വിഷയത്തിലേക്ക് കിടക്കുകയാണ്. അതായത് നമ്മൾ ഈ പാമ്പുകളെ പിടിക്കുക എന്ന് പറയുമ്പോഴേ അതൊരു പരിചയം മാത്രം പോരല്ലോ, അതിനൊരു ധൈര്യം വേണം, അതൊരു സാഹസിക പ്രവൃത്തി കൂടിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ പേടിയില്ലാതെ ഇങ്ങനെ ധൈര്യത്തോടു കൂടി ഈ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിയത്? എങ്ങനെയാണ്? നേരത്തെ തന്നെ ഈ പാമ്പുകളെ പേടിയില്ലാത്ത ഒരാളാണോ? അങ്ങനെ ചോദിച്ചാൽ ശരിക്കും അറിഞ്ഞൂടാ. ആദ്യം പറഞ്ഞത് കറക്റ്റാണ്. പാമ്പുകളെ റെസ്ക്യൂ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് പരിചയം അല്ലെങ്കിൽ നമുക്കൊരു ട്രെയിനിങ് തന്നു എന്ന് വെച്ചിട്ട് നമുക്കൊരിക്കലും അതിനെ റെസ്ക്യൂ ചെയ്യാൻ പറ്റത്തില്ല. ശരിക്കും ഒരു ധൈര്യം കൂടി വേണം. എനിക്കെന്നല്ല, അത് ചെയ്യുന്ന എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. ആ ഒരു ധൈര്യം എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ എനിക്ക് കറക്റ്റായിട്ട് മറുപടി അറിയില്ല. എങ്ങനെയോ ഉണ്ടായി, അതുകൊണ്ട് അതിപ്പോഴും ഭംഗിയായിട്ട് ചെയ്യാൻ തോന്നുന്നുണ്ട്. പക്ഷേ അതിലുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത് എനിക്കത് ചെയ്യാനുള്ളൊരു താല്പര്യം, അതിനോടുള്ളൊരു ഇഷ്ടമാണ് ശരിക്കും എന്നെ ആ ധൈര്യത്തിലോട്ട് കൊണ്ടെത്തിച്ചത്. ഈ ഇത്ര കാലത്തിനിടയ്ക്ക് എത്ര പാമ്പുകളെ പിടിച്ചിട്ടുണ്ടാവും? ഒരു നമ്പറൊക്കെ ഓർത്ത് വെക്കുന്നുണ്ടാവുമോ? ഒരു 400ഓളം പാമ്പുകളെ ഇതുവരെ 2019 ലൈസൻസ് കിട്ടുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ 400ഓളം പാമ്പുകളെ, വിഷമുള്ളതും ഇല്ലാത്തതുമായ 400ഓളം പാമ്പുകളെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ പെരുമ്പാമ്പ് 73 പെരുമ്പാമ്പിനെ ഇതുവരെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. ഈ നമ്മളിപ്പോൾ ഈ വീടിൻ്റെ ചുറ്റുവട്ടത്ത്, വീടിൻ്റെ അകത്തൊക്കെ ഒരു പാമ്പിനെ കാണുമ്പോൾ നമുക്ക് എപ്പോഴും സംശയമാണ്, ഇത് ആരെയാണ് നമ്മൾ സമീപിക്കേണ്ടത്, ഈ വന ഉദ്യോഗസ്ഥരെ നമ്മൾ എങ്ങനെയാണ് ബന്ധപ്പെടേണ്ടതെന്നൊക്കെ ഇപ്പോഴും സംശയമുള്ള ചില ആളുകൾ ഉണ്ടാവും. അപ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലാവുന്ന തരത്തിൽ കൂടി നമ്മളൊരു പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് ബന്ധപ്പെടേണ്ടത് ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുമായി? അതൊന്ന് പറഞ്ഞു കൊടുക്കാമോ? ഉറപ്പായിട്ടും. നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തന്നെ സർപ്പ എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്ലിക്കേഷനുണ്ട്. സ്നേക്ക് അവെയർനെസ് റെസ്ക്യൂ പ്രൊട്ടക്ഷൻ ആപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സർക്കാരിൻ്റെയും വനംവകുപ്പിൻ്റെയും ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിലെല്ലാം ഉണ്ട്. നമ്മുടെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് സർപ്പ. അപ്പോൾ ഇതിനകത്ത് സർപ്പ എന്ന് പറയുന്ന ആപ്ലിക്കേഷനുള്ളിൽ പാമ്പുകളെക്കുറിച്ച് A to Z എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വീടിനുള്ളിൽ അല്ലെങ്കിൽ വീടിന് പുറത്തായിട്ട് പെട്ടെന്നൊരു പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സർപ്പയിൽ റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. സർപ്പയിൽ നമുക്ക് ആ പാമ്പിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള റെസ്ക്യൂവർ, ലൈസൻസ്ഡ് ആയിട്ടുള്ള റെസ്ക്യൂവർ ആരാണോ ആ ആൾ ഉടനെ തന്നെ വന്നിട്ട് നമുക്കതിനെ അവിടെ നിന്നും റെസ്ക്യൂ ചെയ്ത് മാറ്റുന്നതായിരിക്കും. പിന്നെ നമ്പേഴ്സ് ഉണ്ട്. നമുക്ക് കേരളത്തിൽ 1000ഓളം സർട്ടിഫൈഡ്, നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ ലൈസൻസ്ഡ് ആയിട്ടുള്ള സർട്ടിഫൈഡ് ആയിട്ടുള്ള 1000ഓളം റെസ്ക്യൂവേഴ്സാണെന്ന് കേരളത്തിലുള്ളത്. വോളണ്ടിയേഴ്സാണ്, അവരെല്ലാവരും വോളണ്ടിയേഴ്സാണ്. ഇവരുടെ എല്ലാ നമ്പർ ശരിക്കും നമുക്ക് ഈ ആപ്ലിക്കേഷനിലും അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ നമുക്ക് കിട്ടുന്നതാണ്. ഇതിൽ ഏറ്റവും തൊട്ടടുത്തുള്ള ആൾ ആരാണോ, നമുക്ക് ഇത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു എല്ലാവർക്കും ഒരു നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. ഈ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനനുസരിച്ച് തൊട്ടടുത്തുള്ള ആൾ ആരാണോ ആ ആൾ വന്നിട്ട് നമുക്ക് പാമ്പിനെ റെസ്ക്യൂ ചെയ്ത് സ്ഥലത്ത് നിന്ന് മാറ്റും. ഇപ്പോൾ രോഷ്നി, ഇക്കാലത്തിനിടയ്ക്ക് തന്നെ ഈ പലതരം പാമ്പുകളെ, അതായത് ഈ രാജവെമ്പാല, അണലി, മൂർഖൻ, ഇത്തരത്തിൽ വിഷമുള്ള പലതരം വ്യത്യസ്ത ഇനം പാമ്പുകളെ കൈകാര്യം ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഒരു അപകട സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ഈ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട ഒരു അനുഭവമൊക്കെ ഉണ്ടായിട്ടുണ്ടോ? പ്രയാസകരമായി ചെയ്ത ഒരു ഘട്ടം ഓർത്തെടുക്കാൻ പറ്റുമോ? ഇതുവരെ അത്യാവശ്യം ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്ന് വേണം പറയാൻ. ഈ പറഞ്ഞ പാമ്പുകളെയൊക്കെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട്, നമ്മൾ ശരിക്കും സയൻറ്റിഫിക്കായിട്ടാണ് റെസ്ക്യൂ ചെയ്യുന്നത്. ശാസ്ത്രീയമായ രീതിയിലാണ് നമ്മൾ ഈ സർപ്പ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ വഴി നമ്മൾ ശാസ്ത്രീയമായി എങ്ങനെ പാമ്പുകളെ റെസ്ക്യൂ ചെയ്യാം എന്നുള്ളതാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ആ രീതിയിലാണ് ശരിക്കും നമ്മൾ ചെയ്യുന്നത്. ആ ഒരു രീതിയിൽ എടുക്കുമ്പോൾ നമുക്ക് വലിയ അപകട സാധ്യത വളരെ കുറവാണ്. മുൻപൊക്കെ റെസ്ക്യൂവേഴ്സിന് തന്നെ
ബൈറ്റ് ഉണ്ടായി മരണപ്പെട്ട എത്രയോ റെസ്ക്യൂസ് ഉണ്ട്. നമുക്ക് വോളണ്ടിയേഴ്സ് ഒരുപാട് പേരുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ഈ ശാസ്ത്രീയമായ രീതിയിലൂടെ നമ്മൾ റെസ്ക്യൂ ചെയ്യുന്നതിൽ കൂടി ഒരുപാട് അപകടനില നമുക്ക് ഒത്തിരി കുറവാണ്. അപകടം ഉണ്ടാവാനുള്ള സാഹചര്യം വളരെ കുറവാണ്. പിന്നെ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. കാരണം പല സ്ഥലങ്ങളിലാണ് പാമ്പിരിക്കുന്നത്. നമുക്ക് എപ്പോഴും നമ്മുടെ സേഫായിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് വന്ന് ഇരിക്കുന്ന ആ ഒരു സാഹചര്യം അല്ല. നമുക്കിപ്പോൾ കിണറ്റിനുള്ളിൽ നിന്ന്, വിറകിൻ്റെ ഇടയിൽ നിന്ന്, വീടിനകത്ത് നിന്ന്, സ്റ്റെയർ കേസിൻ്റെ അടിയിൽ നിന്ന്, അങ്ങനെ പല സ്ഥലത്ത് നിന്നാണ് നമുക്ക് ശരിക്കും പാമ്പിനെ കിട്ടുന്നത്. അപ്പോൾ ഓരോ സാഹചര്യത്തിൽ ഇരിക്കുന്നതിനെയും എടുക്കുന്നതിന് അതിൻ്റേതായ റിസ്ക് ഉണ്ട്. ബുദ്ധിമുട്ടൊന്നും ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല. പിന്നെ പൈത്തൺ പെരുമ്പാമ്പിനെ എടുക്കുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. കാരണം അതിൻ്റെ അത്രമാത്രം സൈസാണ് പെരുമ്പാമ്പിന്, അത്രയും ബലമാണ്, കായിക ബലം ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അതുമായിട്ട് മാനേജ് ചെയ്യാനുള്ള കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. ഒറ്റയ്ക്കായിരിക്കും കൂടുതലും റെസ്ക്യൂ ചെയ്യുന്നത്. പിന്നെ സമയം പകൽ തന്നെ ആയിരിക്കണം എന്നില്ല, രാത്രിയാണ് പാമ്പുകൾ കൂടുതൽ പുറത്തിറങ്ങുന്നത്. അപ്പോൾ ഭയങ്കര രാത്രി സമയത്തൊക്കെ ആയിരിക്കും റെസ്ക്യൂ ചെയ്യേണ്ടി വരുന്നത്. ചിലപ്പോൾ അത് 1 മണിക്കൂർ റെസ്ക്യൂ ചെയ്യുന്നതുണ്ടാവും, 1 മിനിറ്റ് എടുത്ത് റെസ്ക്യൂ ചെയ്യുന്നതുണ്ടാവും.